തിരുവനന്തപുരത്ത് റോഡ് നിർമ്മാണത്തിനായി കുഴിച്ച ഓടയിൽ വീണ് വയോധികയ്ക്ക് പരുക്ക്. പുല്ലന്തേരി സ്വദേശി ലീലയാണ് വീണത്. അമരവിള കാരക്കോണം റോഡ് നിർമ്മാണത്തിനായി കുഴിച്ച ഓടയിൽ വീണാണ് അപകടം. ഓടയ്ക്ക് മൂടിയോ സൂചനാ ബോർഡുകളോ ഉണ്ടായിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ 24-ന്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇങ്ങനെ മൂടിയില്ലാത്ത എത്രയോ ഓടകളുണ്ട്. നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുത്തിട്ടുണ്ട് പലയിടങ്ങളിലായുള്ളത്. ഇതിപ്പോൾ വലിയൊരു വീഴ്ചയാണ്, പക്ഷേ അവർക്ക് കാര്യമായൊന്നും സംഭവിച്ചില്ല ഭാഗ്യവശാൽ എന്ന് തോന്നുന്നു, അല്ലേ? അനുജ, തീർച്ചയായും. കാരണം സംസ്ഥാനത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത്. ഈ തിരുവനന്തപുരം കുന്നത്തുകാലിലാണ് വയോധിക ഓടയിൽ വീണത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമരവിള കാരക്കോണം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഭാഗത്ത് ഓട നിർമ്മാണവും നടത്തിയത്. പക്ഷേ ഓട നിർമ്മാണം പൂർത്തിയായെങ്കിലും ഓട മൂടിയിരുന്നില്ല. ഇങ്ങനെയാണ് ഈ ഒരു വയോധിക ഓടയിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെ ഞെട്ടിക്കുന്നതും വേദനയുണ്ടാക്കുന്നതുമാണ്. കാരണം ഈ റോഡ് മുറിച്ച് കടക്കാനാണ് വയോധിക അവിടെ നിന്നത്. പെട്ടെന്ന് ഈ ഒരു വാഹനം അവിടെ നിന്ന് വരികയും ആ വാഹനം കണ്ട ഈ റോഡിന് സൈഡിലേക്ക് വയോധിക മാറുകയായിരുന്നു. അപ്പോഴാണ് ഈ കാൽ വഴുതി ഈ ഓടയിലേക്ക് വയോധിക വീഴുന്നത്. തലകീഴായാണ് വയോധിക ഓടയിലേക്ക് വീണത്. പുല്ലന്തേരി സ്വദേശിയായ ലീല, 72 വയസ്സാണ് ലീലയ്ക്ക് പ്രായം. ഈ ലീലയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കുണ്ട്. പക്ഷേ മറ്റ് വലിയ ഗുരുതരമായ പരിക്കുകളില്ല എന്നതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും ഈ ഗുരുതരമായ അനാസ്ഥ അവിടെ ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നാട്ടുകാർ കഴിഞ്ഞ കുറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നാളുകളായി പരാതി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഓട ഇനിയും അടച്ചിട്ടില്ല. അതിന്റെ പരിണിത ഫലമാണെന്ന് കണ്ടത്. പുല്ലന്തേരി സ്വദേശി ലീല തലയടിച്ചാണ് ഓടയിലേക്ക് വീണത്. തലയ്ക്ക് നിസാര പരുക്കുണ്ട്.